Hello students, today we are addressing the question which is the smallest positive real number. ഏറ്റവും ചെറിയ പോസിറ്റീവ് റിയൽ നമ്പർ ഏതാണ് എന്നാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. Suppose that this is a real line, this is 0, then which is the smallest positive real number? Positive means this side. ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? We know that it is near to 0. 0യ്ക്ക് തൊട്ടടുത്തുള്ളതാണ്. Then which is the number? നമുക്കതിനെ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. Suppose that it is A. ഇങ്ങനെ A മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഈ മാർക്ക് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ അതല്ല സ്മോളസ്റ്റ്, അതിനിടയ്ക്ക് വേറെയും സ്പേസ് ഉണ്ട്. Assume that the smallest positive real number is, we are trying to find smallest positive real number. Assume A greater than 0 is the smallest positive real number. ഏറ്റവും ചെറിയ പോസിറ്റീവ് റിയൽ നമ്പർ. പോസിറ്റീവിന് എഴുതണ്ട, എഴുതിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, A ആണ് എന്ന് അസ്യൂം ചെയ്യാം. If it is positive, A by 2, what about A by 2? അതിൻ്റെ പകുതി, ഞാനിപ്പോൾ ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പകുതിക്ക് നമുക്ക് A by 2നെ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഡോട്ട് കാണുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 0യ്ക്കും ആ നമ്പറിനും ഇടയ്ക്കാണ്, ഇവിടെ ആയിട്ട് വരും ഒന്ന് വേണമെങ്കിൽ പറയാം. ദെൻ A by 2, what about A by 2? നമ്മൾ പകുതി എടുത്തേക്കുന്നത്, അത് നെഗറ്റീവ് ആകാൻ ഉള്ള സാധ്യതയൊന്നും ഇല്ല. A by 2 is greater than 0. A by 2 greater than 0. And all of us know that A by 2 is less than A. We have assumed that A is the smallest positive real number. Now we get another A by 2 greater than 0. Another positive A by 2 എടുത്ത് അത് റിയൽ അല്ലാതാകത്തൊന്നുമില്ലല്ലോ. പോസിറ്റീവ് റിയൽ നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ എ. അനദർ പോസിറ്റീവ് റിയൽ നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ എ. നമ്മൾ പറഞ്ഞ തന്നെയായിരുന്നു എ ആയിരുന്നു ഏറ്റവും ചെറിയ പോസിറ്റീവ് റിയൽ നമ്പർ എന്നായിരുന്നു. അപ്പം നമുക്കതിനേക്കാളും ചെറുത് കിട്ടി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരെണ്ണത്തിന് ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞ് ഇതുപോലെ എ സെറ്റ് ചെയ്താൽ അതിൻ്റെ പകുതി തന്നെ ആവണമെന്നില്ല, അതിൻ്റെ 4-1, 10-1 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേറെ നമ്പേഴ്സ് അതിനേക്കാൾ ചെറുതായിട്ട് പറയാൻ സാധിക്കും. എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് ഏറ്റവും ചെറിയ 0യ്ക്ക് തൊട്ടടുത്താണ് ഏറ്റവും ചെറിയ പോസിറ്റീവ് റിയൽ നമ്പർ എന്നൊക്കെ നമുക്കറിയാം. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണത്തിനെ സെറ്റ് ചെയ്താൽ അതിൻ്റെ പകുതി അതിലും ചെറുതായിരിക്കും. അതിൻ്റെ പകുതി എന്നൊരു എക്സാമ്പിളിന് പറഞ്ഞതാണ്. അപ്പോൾ എന്താണ്, നമുക്ക് അങ്ങനെ ഒരെണ്ണത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. There does not exist. That is the result. There does not exist a smallest positive real number. That is the result, a small result. റിസൾട്ട് വളരെ ചെറുതാണ്, പക്ഷെ നമുക്ക് പലപ്പോഴും ആപ്ലിക്കേഷനുള്ള ഒരു കാര്യമാണ്. There does not exist a smallest positive real number. തീറോ എന്നല്ല, ഒരു ചെറിയ റിസൾട്ട് എന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ അന്വേഷിച്ചത് ഏറ്റവും ചെറിയ പോസിറ്റീവ് റിയൽ നമ്പർ എഴുതാൻ പറ്റുമോ എന്നാണ്. എന്ന് എഴുതിയാൽ വേറെയും അതിനേക്കാൾ ചെറുത്, പോസിറ്റീവ് അതിനേക്കാൾ ചെറുത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഏറ്റവും ചെറിയ പോസിറ്റീവ് റിയൽ നമ്പർ എന്ന് പറഞ്ഞിടത്തിന് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സ്മോളസ്റ്റ് റിയൽ നമ്പർ എന്നൊന്നില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തത് നമുക്കടുത്ത തിയറം പ്രൂവ് ചെയ്യാനുള്ള ഒരു ലോജിക്ക് കിട്ടാൻ വേണ്ടിയാണ്. തിയറം, the other one was a small result. Theorem 16. If a element of R is such that 0 less than or equal to a less than epsilon, for all epsilon greater than 0, then a equal to 0. ഒരു നമ്പർ 0 ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ, ഒരു നമ്പറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം, ആ നമ്പർ 0 ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഈ തന്നിരിക്കുന്നത്. എങ്ങനെ ഒരു നമ്പർ 0 ആണെന്ന് പറയാം? എത്ര ചെറിയ പോസിറ്റീവ്, എത്ര ചെറുതോ വലുതോ ആയിട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സ് തന്നാലും അതിനേക്കാളും ഒക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്പർ ചെറുതാണ്. ഗിവൺ എനി പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ
epsilon greater than 0. Given any positive real number epsilon a is less than epsilon, then a equal to 0. The number a satisfies the condition 0 less than or equal to a less than epsilon. നമ്പർ എ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ഓഫ് 0 ആണ്. എ ഗ്രേറ്റർ ദാൻ 0 ഓർ എ ഈക്വൽ ടു 0. അത്ര എയെ പറ്റി അറിയാവുന്നത്. ആൻഡ് എ ഈസ് ലെസ് ദാൻ എവരി ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും അതിനേക്കാളും ചെറുതായിട്ടാണ് എ കാണപ്പെടുന്നത്. എ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഏത് എപ്സിലോൺ തന്നാലും അപ്പോൾ വലുതെടുത്തിട്ട് കാര്യമില്ല. എത്ര ചെറിയ എപ്സിലോൺ തന്നാൽ പോലും, ഏത് എപ്സിലോൺ തന്നാലും പറഞ്ഞു, പോസിറ്റീവ് ആയിട്ടുള്ള ഏത് എപ്സിലോൺ തന്നാലും, എത്ര ചെറിയ എപ്സിലോൺ തന്നാലും അതിനേക്കാളും എ ചെറുതാണ്. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു 0. This is the condition for a number to be 0. Number a to be 0. Condition is that a real number a satisfies the condition 0 less than or equal to a less than epsilon for all epsilon greater than 0. Then that real number a equal to 0. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എ ആണെങ്കിൽ, ഇങ്ങനെയുള്ള ആണ് എ എലമെന്റ് ഓഫ് ആർ for all epsilon greater than 0, 0 less than or equal to a less than epsilon. അങ്ങനെയുള്ള എ ആണെങ്കിൽ ആ എ 0 ആണ് എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യം നമ്മൾ അസ്യൂം ചെയ്യുന്നു. വി അസ്യൂം ദാറ്റ് എ എലമെന്റ് ഓഫ് ആർ ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ എപ്സിലോൺ. ഏത് എപ്സിലോൺ എടുത്താലും നമ്മുടെ ഏത് പോസിറ്റീവ് എപ്സിലോൺ എടുത്താലും നമ്മുടെ എ അതിനേക്കാളും ചെറുതാണ് എന്നുള്ള കാര്യം നമ്മുടെ കയ്യിലുണ്ട്, ഗിവൺ. ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. ടു പ്രൂവ് ദാറ്റ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് ദാറ്റ് എ ഈക്വൽ ടു 0, എ 0 എന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്യുന്ന തർക്കുത്തരം പണി എന്നൊരു പറയുന്നൊരു പണിയുണ്ടല്ലോ, അപ്പം അത് തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്യാൻ പോകുന്നത്. വി അസ്യൂം ദാറ്റ് എ 0 എന്ന് പ്രൂവ് ചെയ്യണം. എ 0 അല്ലെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നുള്ള കണ്ടീഷൻ ഇവിടെ നിൽക്കുകയാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും സാറ്റിസ്ഫൈ ചെയ്യണം. അതിക്ക് നെഗറ്റീവ് ആകാനൊന്നും പറ്റത്തില്ല. പിന്നെന്താ, എ 0 അല്ലെങ്കിൽ ഇത് ഉറപ്പായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. എ ഗ്രേറ്റർ ദാൻ 0, എ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. എ 0 അല്ലെങ്കിൽ എന്താവും എന്നാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത്. എ 0 അല്ലെങ്കിൽ ഉറപ്പായിട്ടും എ നെഗറ്റീവ് ആകാൻ പോകുന്നില്ല. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എ 0 അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0, എ പോസിറ്റീവ് ആണ്. അസ്യൂം എ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, എയുടെ പകുതി a/2 ഈസ് ഗ്രേറ്റർ ദാൻ 0. പകുതി എടുത്തുള്ളൂ, അത് നെഗറ്റീവ് ഒന്നും ആകത്തില്ല. And let us write this number as epsilon naught. Let epsilon naught equal to a/2 and then a/2 greater than 0. And we know that a/2 is less than a. a/2 എന്തായാലും a-ക്കാളും ചെറുതായിരിക്കും. But a/2 is epsilon naught. Therefore we can write epsilon naught is less than a with എപ്സിലോൺ നോട്ട് എയേക്കാളും ചെറുതാണ്. ഇവിടെ a/2 ഇല്ലാതെ വായിച്ചു നോക്കിയേ, എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0. എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 എന്തായാലും നമ്മൾ പറഞ്ഞു, ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എ ലെസ് ദാൻ എപ്സിലോൺ സാറ്റിസ്ഫൈഡ് ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. there exists എപ്സിലോൺ നോട്ട് ഈക്വൽ ടു a/2. എ എടുത്താൽ അത് a/2 ആണ്. എപ്സിലോൺ നോട്ട് ഈക്വൽ ടു a/2 ഗ്രേറ്റർ ദാൻ 0 എഴുതണമെന്ന് പോലും ഇല്ല, ഈക്വൽ ടു a/2 എന്ന് പറയേണ്ട കാര്യമില്ല. there exists എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ്, നമ്മൾ പറഞ്ഞ വഴിക്ക് നമുക്ക് കിട്ടിയത് എന്താ, സച്ച് ദാറ്റ് എപ്സിലോൺ നോട്ട് ലെസ് ദാൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനെ നമുക്ക് മാറ്റി ഇങ്ങനെ എഴുതാം, എ ലെസ് ദാൻ എപ്സിലോൺ നോട്ട്. there exists എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എ ലെസ് ദാൻ എപ്സിലോൺ നോട്ട്. പക്ഷെ അത് പറ്റുമോ? എന്താ പറഞ്ഞിരിക്കുന്നത്, എല്ലാ പോസിറ്റീവ് എപ്സിലോണും എ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള there exists epsilon naught greater than 0 such that epsilon naught less than a. This is like that. There exists epsilon naught greater than 0 such that epsilon naught less than a എന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. epsilon naught less than a അല്ലെങ്കിൽ a greater than
എപ്സിലോൺ നോട്ട്. ഒരു പോസിറ്റീവ് നമ്പർ എപ്സിലോൺ നോട്ടിന് എ ലെസ് ദാൻ എപ്സിലോൺ നോട്ട് എന്നാണ് കിട്ടേണ്ടത്. ഏതെടുത്താലും ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എ ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കിട്ടേണ്ടത്. നമുക്ക് കിട്ടിയത് എപ്സിലോൺ നോട്ട് ലെസ് ദാൻ എ അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ നോട്ടാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്പർ എ എന്തായാലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു എന്താന്നിരിക്കുന്നത് ഗിവൺ ഇവിടെ എഴുതിയിരിക്കുന്നില്ല. ഇഫ് എ എലമെന്റ് ഓഫ് ആർ ഈസ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 then we have to prove that a equal to 0. അപ്പോൾ ഇത്രയും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ള കാര്യം. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിനേക്കാളും ഒക്കെ എ ചെറുതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിയർ എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ദ കണ്ടീഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് എ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ നോട്ട് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് കിട്ടി. ആൻഡ് ദ കോൺട്രഡിക്ഷൻ ഈസ് ഡ്യൂ ടു എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ ഉണ്ടായത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ഈക്വൽ ടു 0 എന്നായിരുന്നു. എ 0 ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ചോദിച്ചു. എ 0 ആയില്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. കോൺട്രഡിക്ഷൻ ഈസ് ഡ്യൂ ടു our assumption a greater than 0. Due to our assumption a greater than 0 അല്ലെങ്കിൽ എ 0 അല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. എ 0 എന്ന് പ്രൂവ് ചെയ്യേണ്ടതിന് പകരം എ 0 അല്ല എ ഗ്രേറ്റർ ദാൻ എ നെഗറ്റീവ് ആകത്തില്ല. അതുകൊണ്ട് പിന്നെ എ ഗ്രേറ്റർ ദാൻ 0 അസ്യൂം എ ഗ്രേറ്റർ ദാൻ 0 അസ്യൂം എ നോട്ട് ഈക്വൽ ടു 0 എന്നാണ് ശരിക്കും ഇവിടെ എഴുതുള്ളൂ. അസ്യൂം എ നോട്ട് ഈക്വൽ ടു 0. എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എ നെഗറ്റീവ് ആകത്തില്ല. അതുകൊണ്ടാണ് എ ഗ്രേറ്റർ ദാൻ 0. ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ആൻഡ് കോൺട്രഡിക്ഷൻ ഈസ് ഡ്യൂ ടു അവർ അസംഷൻ എ നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എന്താ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടായത്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളിടത്തു നിന്ന് എ ഗ്രേറ്റർ ദാൻ 0 എന്ന നമ്മുടെ അസംഷനാണ്. ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് അസ്യൂം ചെയ്തതാണ് നമുക്ക് കുഴപ്പം പറ്റിയത്. അസ്യൂം എ ഗ്രേറ്റർ ദാൻ 0 ഈ പറഞ്ഞതാണ് കുഴപ്പം. അതുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷൻ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ പറയരുത്. പിന്നെന്ത് പറയണം? ടു പ്രൂവ് ദാറ്റ് എ ഈക്വൽ ടു 0 എന്നുള്ളിടത്താണ് നമ്മളിങ്ങനെ പറഞ്ഞത്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് എ ഈക്വൽ ടു 0. കോൺട്രഡിക്ഷൻ ഈസ് ഡ്യൂ ടു ഓർ റോങ് അസംഷൻ എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാലാണ് എ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. ആ അസംഷൻ കൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയത്തില്ല. എ നോട്ട് ഈക്വൽ ടു 0 ഈസ് നോട്ട് പോസിബിൾ. എ നോട്ട് ഈക്വൽ ടു 0 ഈസ് നോട്ട് പോസിബിൾ. എ നോട്ട് ഈക്വൽ ടു 0 എന്നൊരു പോസിബിലിറ്റി ഇല്ല. അല്ലെങ്കിൽ അതിനർത്ഥം എന്നാ? എ ഈക്വൽ ടു 0. എ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇഫ് എ എലമെന്റ് ഓഫ് ആർ ഈസ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെൻ എ ഈക്വൽ ടു 0. വളരെ ചെറിയൊരു റിസൾട്ടാണ്. പക്ഷെ കാര്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക. താങ്ക് യു.